ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. എന്താ പറയുക, തണുപ്പുണ്ട്, മഴയൊന്നുമില്ല. നല്ലൊരു എന്താ പറയുക, ചെറിയൊരു തണുപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം മഴയും ഒക്കെ ആയിട്ടുള്ള ഒന്നുമില്ല, മഴയൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് തോന്നി. പിന്നെ ഇന്ന് ഒരു മൈൻഡിനൊരു ഫ്രീ തോന്നും. കാര്യം എന്താ വെച്ചാൽ ഇന്നും പ്രത്യേകിച്ച് സൺഡേ ആണ് കേട്ടോ. പക്ഷേ ഞാൻ ഒട്ടും ഫ്രീ അല്ല, എനിക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ 6:30 നമ്മളെ അർജൻറ്റീനൻ്റെ കളി തുടങ്ങുമല്ലോ, അപ്പോൾ അതൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ആക്കണം. കാരണം അത് കഴിയുന്നതോടുകൂടി റഫീഖാൻ്റെ പോക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ അവർ കളി കണ്ടതോ അങ്ങനത്തെ അതൊന്നും അവർ നോക്കൂല്ലോ. പിന്നെ കുളിക്കാൻ മാറ്റാൻ പോവുക, അതല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും വേണ്ടേ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ പുറത്തൊക്കെ നിന്ന് ചെടിയൊക്കെ നോക്കി കുറേ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, വെള്ളം ഒഴിക്കൽ പോലും ഇല്ലല്ലോ. കാരണം മഴയായതുകൊണ്ട് നമുക്ക് ആ ഈർപ്പം നന്നായിട്ട് നിൽക്കും. നമ്മളെവിടേക്ക് ഭയങ്കര നമ്മളെവിടേക്ക് നല്ല പൊതുവേ എനിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ ഒരു 3-4 ദിവസം എന്തായാലും കിട്ടും. ഇപ്പം പിന്നെ മഴയുമല്ലേ, അപ്പോൾ പിന്നെ ചെടിയൊന്നും ശ്രദ്ധിക്കലേ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി പോരുക, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് കഴുകണം. കുളിച്ചു തരുമോ? കഴുകണേ. അതൊക്കെ കുറച്ച് മതി. ഇന്നലെ ഒരു 10 കുറേ ഉണ്ടാക്കിയാൽ കുറേ കഴിക്കും. അല്ല പ്ലേറ്റ് തന്നു ഞാനല്ലോ. ഓക്കെ, ഇഞ്ചി ചായ പോട്ടെ. ഇതിപ്പോൾ എന്താ രാവിലെയാണോ വൈകുന്നേരമാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. റഫീഖക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സുക്കട് ഉണ്ടാവും. പക്ഷെ ഞാനതിനെ വല്ലാണ്ടങ്ങ് പ്രോത്സാഹിപ്പിക്കലൊന്നുമില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇടയ്ക്ക് ചോദിക്കും, പഴംപൊരി ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ നെയ്പ്പത്തിരി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കട്ടെ. ഇങ്ങനെ കട്ടിപ്പത്തിരില്ല, പൊരിച്ച പത്തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എപ്പോഴും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുള്ള ടൈമേ എനിക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആവശ്യം ഈത്തപ്പഴം പൊരിച്ചതായിരുന്നേ. ഇന്നലെ വൈകുന്നേരം ഞാൻ അതായത് അന്ന് ഞാൻ ഈ പഴംപൊരീൻ്റെ റെസിപ്പി ഇട്ടില്ലേ, വീഡിയോയിൽ കാണിച്ചില്ല പഴംപൊരി ഉണ്ടാക്കിയ അതിൻ്റെ മാവ് കുറച്ച് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം ഞാൻ റഫീഖ വന്നപ്പോൾ ഒരു 5-8 ഉണ്ടാക്കിയിട്ടാണ്. കൂടുതൽ ഉണ്ടാക്കിയാൽ നമ്മൾ കൂടുതൽ കഴിക്കുമല്ലോ. അപ്പോൾ അത് മാത്രം ഉണ്ടാക്കി, അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എന്നിട്ട് അപ്പോഴേ പറയുന്നുണ്ട് രാവിലെ ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ മാവ് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതൊരു കുറച്ച് നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാകുന്നുണ്ട്. രാവിലെ എണീറ്റുള്ള ആ ഒരു കട്ടൻ ചായൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കണം. അപ്പം കളി തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ വേഗം ഉണ്ടാക്കണം കേട്ടോ. ചായ കൂടി അങ്ങ് തീർക്കാം, എനിക്ക് ചായ വേണ്ട. അപ്പം ഞാൻ പിന്നെ നമ്മൾ ഇഞ്ചിൻ്റെ വെള്ളം ഉണ്ടാക്കും. അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചീൻ്റെ ചായയും ഉണ്ടാക്കും കേട്ടോ. കട്ടൻ ചായ ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കും. അപ്പോൾ അത് ആ ഒരു ചായ കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ചായ ആ പാത്രത്തിലുള്ള വെള്ളമല്ലേ ഇഞ്ചി ചായക്ക്. ഫ്ലാസ്കിൽ വെക്കണ്ടേ കൊണ്ടുപോകാൻ? ഈ വെള്ളം ഇഞ്ചിയിട്ട് തിളച്ച വെള്ളമില്ലേ, അത് രാവിലെ ഉണ്ടാക്കും, ചിലപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കും. എന്നാൽ നമുക്ക് വെറും വയറ്റിൽ ഇങ്ങനെ കുടിക്കാമല്ലോ.
അതിന് വേണ്ടിയിട്ട്. ഇത് കുറച്ച് റഫീഖൊക്കെ ഫ്ലാസ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി സാധാ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗ്യാസ് അങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ നല്ലതല്ല, ദഹന പ്രശ്നത്തിനൊക്കെ. ലൈറ്റായിട്ട് കേട്ടോ, കുറേ ഇഞ്ചിയൊന്നും ഇട്ടേക്കരുത്. അതുപോലെ തന്നെ ചായയിലും ഒരു ചെറിയ കഷ്ണം ഞാൻ ഒന്നിച്ച് ചതച്ചപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ലൈറ്റ് കട്ടൻ, വാവക്കും റഫീഖുള്ള കട്ടൻ. ഇതാ കട്ടനായിട്ട് റെഡിയാക്കുന്നത്. ഇത് മറ്റേ നമ്മളെ ലീഫി ആയിട്ടുള്ള ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് ഇച്ചിരി കൂടുതൽ ഇടണം, എന്നാലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരിക. അപ്പോൾ അങ്ങനെ നമ്മളെ നല്ല ഇഞ്ചി ചായ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായ, നല്ല ടേസ്റ്റ് ആട്ടോ. വൈകുന്നേരമൊക്കെ കുടിക്കാനിത് നല്ല രസമാണ്. അതിൻ്റെ ആ ഒരു ഇഞ്ചീൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇഞ്ചി വെള്ളവും റഫീഖ ഇഞ്ചി ചായയൊക്കെ കുടിച്ചു. അർജൻറ്റീനയുടെ കളി നടക്കുന്നുണ്ട്, റഫീഖ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം ഇരുന്ന് കണ്ടു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സമയം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം അതിന് കണക്കാക്കിയിട്ട് ഞാൻ ഉഴുന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോക്സ് ഞാനെടുത്ത് പുറത്തും വെച്ചിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, മൈസൂർ മസാല ദോശ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, എല്ലാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് കാശ്മീരി ചില്ലി ഉണക്കമുളകില്ലേ, അത് സാധാ മുളകാണെങ്കിൽ നിങ്ങൾ അളവ് കുറക്കണം കേട്ടോ, എരിവിനനുസരിച്ച്. ഞാൻ കണക്ക് പറയുന്നില്ല. കാശ്മീരി ചില്ലി ആകുമ്പോൾ ഞാനിത് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടേ. പിന്നെ നിങ്ങൾക്ക് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ, ചട്നിക്കൊക്കെ പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറഞ്ഞ അളവ് പുളി ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എനിക്ക് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ പുളി ചേർക്കാത്തതാണ് ഇഷ്ടം. പക്ഷെ ചിലർക്ക് പുളിപ്പ് ഇഷ്ടമുണ്ടാവും, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ കാണിച്ചേ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. അരിയുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ആ സവാളൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് മസാല ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈസൂർ മസാല ദോശ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ, കടുക് പൊട്ടിച്ചു. ഇനി ഒരു സവാളയും ഒരു പച്ചമുളക് കേട്ടോ, നിങ്ങൾക്ക് സ്പൈസി കുഴപ്പമില്ലെങ്കിൽ 2 പച്ചമുളകൊക്കെ എടുക്കുക, കുറച്ച് കറിവേപ്പിലയും. ഇനി സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിന് ഓടുന്നുണ്ട് കേട്ടോ, കളി എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റഫീഖ കളി കാണുന്നുണ്ടെങ്കിലും കളി കണ്ട് കഴിയുകയും പിന്നെ കുളിക്കലും മാറ്റലും ഓടലും ആയിക്കോട്ടോ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഗ്യാപ്പിൽ ഞാൻ വന്ന് കാണുകയാണേ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു ചട്നിയില്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് മാത്രം ചേർത്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് എത്രയാ ദോശ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തോ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് മിക്സായി ഒരു കുഴഞ്ഞ പരുവം, അതല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, ചിലർ ബീറ്റ്റൂട്ട് അങ്ങനെയൊക്കെ ഇടൂലേ. പക്ഷേ അവിടെ നമ്മൾ കഴിച്ചൊരു സ്പെഷ്യൽ മസാല ദോശയ്ക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഫില്ലിങ് ഉരുളക്കിഴങ്ങ് മാത്രമേ അവരവിടെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് അരച്ചതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇഡ്ഡലി ദോശ ബാറ്ററാണ്. അപ്പോൾ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജംഷി റെസിപ്പീസ് ഇഡ്ഡലി ദോശ ബാറ്റർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസത്തേക്കുള്ളത് അരച്ച് ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും പുളിപ്പും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ഈ ഒരു മാവിന്. അപ്പോൾ അങ്ങനെ റഫീഖാൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടെടുക്കാം. ദോശ നൈസായിട്ട് പരത്താം, നമ്മൾ സാധാ മസാല ദോശ തന്നെ. എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. അവരിതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഗീ എടുക്കുക, ഇനി അതും ഇല്ലെങ്കിൽ ഓയിൽ എടുക്കുക കേട്ടോ. ബട്ടറോ ഗീ ഒക്കെ ഉണ്ടാക്കുക. അവർ ബട്ടറാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട. അപ്പോൾ ആ ഒരു കറക്റ്റ് അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മളെ ചട്നി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ അതങ്ങ് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം സാധാ. പിന്നെ ബാക്കിയൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ്, നിങ്ങൾക്ക് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പുളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പം പുളി ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് അധികമായി പോയിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുത്തോ. മധുരിക്കൊന്നുമില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിൽ 3-ൽ ഏതാച്ചാൽ നിങ്ങൾ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. നമ്മളെ ചട്നി ആക്കാതെ
ഇതാ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ചട്നിയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഏതാണ് നല്ലത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടും ചെയ്തെടുത്തതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു നമ്മളെ ചട്നി ഇങ്ങനെ സ്പ്രെഡ് ആക്കൂലേ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇനി ദോശയായതുകൊണ്ട് നമ്മൾ മൂന്നാൾ വാവയും ഞാനും റഫീക്കയും കൂടെ വേഗം തന്നെ കഴിക്കുകയാണ്. ചുടുന്നത് കേട്ടോ. അപ്പോൾ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നിന്നുകൊണ്ട് ഞാൻ കഴിക്കൂല കേട്ടോ. ഞാൻ ടേബിളിൻ്റെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവിടുന്ന് കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എപ്പോൾ വീഡിയോയിൽ അങ്ങനെ കാണിച്ചാലും ഒരു കമൻറ്റെങ്കിലും അങ്ങനെ പറയലുണ്ട്, നിന്ന് ഭക്ഷണം കഴിക്കല്ലേ ജംഷിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ്, ഞാൻ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരായിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇതാ റഫീക്ക് ഡ്യൂട്ടിക്കൊക്കെ പോയി. സൺഡേ ആണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് കാലാവസ്ഥ കാണുമ്പോൾ ഇല്ലേ ശരിക്കും ചെടി നടാനും എനിക്ക് പുതിയ തൈകളൊക്കെ പിടിപ്പിക്കാനും ചട്ടികൾ അങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനും എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയവും എനിക്കില്ല, അത് വേറെ കാര്യം. നല്ലൊരു കാലാവസ്ഥ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാനോ അങ്ങനെയൊക്കെ തോന്നൂലേ, അതെ ആ ഒരു മൈൻഡാട്ടോ ഇന്നെനിക്ക്. അപ്പോൾ ആന്തൂറിയം വേറൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആന്തൂര്യത്തിൽ ഈ ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ വടി ഇങ്ങനെ കറുത്ത് നിൽക്കുമല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ലീഫൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക എല്ലാത്തിൻ്റെയും. കഴിഞ്ഞ ആ വെയിലിൻ്റെ സമയത്ത് നമ്മളിത് മാറ്റി റീപ്ലാന്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് ആന്തൂര്യത്തിൽ പണിയില്ല കേട്ടോ. ഇത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. ചകിരിയൊക്കെ കൊത്തി ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി പോട്ട് മിക്സൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ സാധാ നമ്മൾ മണ്ണിൽ ചെയ്യുന്ന അതുപോലെ അല്ലാണ്ട് ഇതിന് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം ആന്തൂര്യത്തിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം അതില്ലാത്തത് കൊണ്ട് സമാധാനമുണ്ട്. മഴയൊക്കെ കഴിയുമ്പോൾ ഇൻഷാ അള്ളാ മഴയൊക്കെ കഴിയുമ്പോൾ ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ അതിന് ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. അപ്പോൾ മഴയത്തായാലും ഞാൻ മുറ്റടിക്കും, എനിക്ക് വെയിലായാലും മുറ്റടിക്കൽ നിർബന്ധമാണ് കേട്ടോ. എല്ലാ സൈഡും അടിക്കണം. റഫീക്ക് അടിക്കുകയാണെങ്കിൽ ഒരു ഭാഗം അടിക്കും, ഒരു ഭാഗം അടിക്കില്ല. മുന്നടിച്ചാൽ സൈഡ് അടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അടിച്ചു വാരി തിരക്കുള്ള ദിവസം ഞാൻ പിന്നെ അങ്ങ് മൈൻഡ് ആക്കൂല. അല്ലെങ്കിൽ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ പറയും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലല്ലോ, കംപ്ലീറ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയും ഞാൻ കേട്ടോ. ഡയലോഗൊക്കെ ഇടും. ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം നിൽക്കാൻ നേരമില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൂമോളെ ഭർത്താവില്ലേ വാവ, ഓന് വ്യാഴാഴ്ച ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും വിരുന്നിന് വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടേ ഇല്ല. അങ്ങനെ അവരോട് ഇന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടത്തിയും പൂമോളും കുട്ടികളും വാവയും എല്ലാവരും വരുന്നുണ്ട് ഉച്ചക്കത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ആക്കാനായിട്ടുണ്ട്. രാവിലെ പിന്നെ കുറേ സമയം നമുക്ക് കളിയിൽ അങ്ങനെ ഇരുന്നല്ലോ. പിന്നെ സൺഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലങ്ങനെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം മുറ്റത്തു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം ഒന്ന് ഒതുക്കിപ്പെറുക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇന്നലെ തന്നെ ഞാൻ തുടക്കലും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് എല്ലാത്തിനും കൂടെ ഞാനങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും പരിപാടി ആരെങ്കിലും വരുന്ന അങ്ങനത്തെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഫുഡൊക്കെ ആക്കാനുണ്ടെങ്കിൽ ക്ലീനിങ് ഇന്നത്തെ ദിവസത്തേക്ക് വെക്കുകയില്ല കേട്ടോ. ഒന്നുകിൽ ചെയ്യൂല, ഇല്ലെങ്കിൽ തലേ ദിവസം ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. വീടൊക്കെ ഒന്ന് ഒരുക്കി വെക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പിന്നെ എല്ലാം ഒന്ന് ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മുടെ എസെൻഷ്യൽ ഓയിലില്ലേ അതൊക്കെ ഒന്ന് നമ്മളെ പോട്ട് പ്യൂരിയിലും ഒക്കെ ഒന്ന് ആക്കി കൊടുത്തു. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. നമുക്കും തന്നെ മൈൻഡിന് നല്ലൊരു സുഖം ഉണ്ടാവും. ഒരു എന്തെല്ലോ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. എനിക്കങ്ങനെയുണ്ട്, നല്ലൊരു ഉഷാറുണ്ടാവും. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. പിന്നെ ഞാൻ തുടങ്ങാണ്ടിരിക്കാൻ കാരണം എനിക്ക് പുഡിങ് ഉണ്ടാക്കണം. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാല് കുറച്ച് ഇവിടെ ഉണ്ടായി കേട്ടോ. കുറച്ച് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫും കാര്യങ്ങളൊക്കെ റഫീക്ക രാവിലെ തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ കളി തുടങ്ങിയതിന് മുമ്പേ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ നല്ല ബീഫും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ വേഗം കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. നമ്മളെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് ബിരിയാണിയാണ്. ഇനി നമ്മുടെ പുഡിങ്, ഞാനൊരു സ്പെഷ്യൽ പുഡിങ് ഉണ്ടാക്കും. സ്പെഷ്യൽ എന്നല്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയായിരിക്കും. പക്ഷേ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു പുഡിങ്ങാണ്. പക്ഷേ ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതുവരെ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. നവാബി സമായി ഇല്ലേ,
അറബിക് ഡെസേർട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് അതിന്, പക്ഷെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. ഇത് ഞാൻ പെരുന്നാളിന് ആ ഒരു സമയത്ത് എന്തോ പുഡിങ്ങിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുഞ്ഞു സേമിയല്ലേ, നല്ല തിന്നായിട്ടുള്ള നേരിയ സേമിയ, രാജാ സേമിയ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഇതല്ല കേട്ടോ, ആ ഒരു തിന്നായിട്ടുള്ള സേമിയ അത് നോക്കിയപ്പോൾ നമ്മൾ സാധാ സേമിയ അല്ല. അപ്പോൾ അത് ഒരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു പാക്കിൽ 125 ആയിരുന്നു, കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട്, ഭയങ്കര ചെറുതാക്കണ്ട, വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് ജസ്റ്റ് അത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ പാനിലേക്ക് ഒഴിക്കാം. ഇത്രയും ബട്ടർ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, എനിക്ക് ഇതിൽ ബട്ടറിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർക്കേണ്ട കാര്യമില്ല, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഏത് നട്ട്സാണോ നിങ്ങൾ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മളെ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറില്ലേ, ആ രീതി നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു ലെവലിൽ ആക്കിയിട്ടെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. തീ കൂടി പോകരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരുവേ. ഇനി ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഒരു അരക്കപ്പിൻ്റെ താഴെ ഒരു 1/4 കപ്പിൻ്റെ കുറച്ച് മുകളിലായിട്ട്, മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ, ഞാൻ പറയുന്നില്ല, പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, ചേർത്ത് കൊടുക്കാണ്ടിരിക്കരുത്. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഏത് പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. കുറേ സമയം ഇട്ടിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ, പിന്നെയും വറുത്തെടുക്കൊന്നും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ആക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുന്നു കേട്ടോ. നല്ല ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ സ്പെഷ്യൽ പാർട്ടിയിലൊക്കെ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചു. കറുത്ത് പോയരുത് കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കടായിലേക്ക് ഒരു 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി അതിൽ നിന്ന് കുറച്ച് പാൽ കൊണ്ടെടുത്ത് ഒരു 3-4 ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു പാൽ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സില്ലേ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നമ്മൾ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ട പിടിക്കും, അതാണ് പറഞ്ഞത്. തിളച്ച പാലല്ലേ, പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മാത്രം വനില എസൻസ് ചേർത്ത് കൊടുക്കുക. വനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നല്ല ഫൈൻ പൗഡർ ആക്കണേ, ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ, 1 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ കുക്കാക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തണുത്ത് വരുമ്പോൾ അത് നല്ല റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഓവർ ടൈറ്റാക്കി കൊടുക്കരുത്, ഓവർ ലൂസാക്കുകയും വേണ്ട, അറിയാലോ. ഇനി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ ട്രേ ആണ് കേട്ടോ. അതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പാക്കറ്റ് പാലിൽ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം പകുതി എടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്ത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കുക, എന്നിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പാനിൽ സെറ്റ് ചെയ്യുക. ആദ്യം ഇതിൻ്റെ പകുതി ഞാൻ ലെയറാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി കൊടുക്കണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്ന എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെയാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കണ്ട സേമിയ ഇട്ടതിന് ശേഷം. പിന്നെ ഈ ഒരു നമ്മുടെ ഒരു മിൽക്ക് മിക്സ് ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇത് നമ്മുടെ ആ ഒരു സേമിയൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നമ്മളതില്ലേ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ആ ബട്ടറിൻ്റെ ടേസ്റ്റും മൊത്തത്തിൽ ആ പാൽപ്പൊടിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മുകളിലേക്കായിട്ട് ഇത് കംപ്ലീറ്റ് നമ്മളിത് സെറ്റാക്കുന്നൊന്നുമില്ല കേട്ടോ. അത് ഒഴിച്ച് കോൺഫ്ലോർ ഒഴിച്ചതിൻ്റെ ശേഷം മിൽക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇതും അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ വേറെ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തിട്ടില്ല, അതിൽ നിന്ന് തന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേഷൻ നടത്താം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക.
ഒരു സമയമുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും തണുത്തോട്ടെ കേട്ടോ. അപ്പോൾ നല്ല ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും എന്തായാലും തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. ഇനി ഞാൻ ബിരിയാണിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ വേഗം. ഞാനിതിൽ ഡീറ്റെയിൽ റെസിപ്പിയും കാര്യങ്ങളൊന്നും ബിരിയാണീൻ്റെ കാണിക്കുന്നില്ല. നമ്മൾ ജംഷി റെസിപ്പീസ് ബിരിയാണി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈസി ബിരിയാണി റെസിപ്പി എന്നാൽ അടിപൊളി കല്യാണം വീട്ടിലെ ബിരിയാണിയാണ് കേട്ടോ. ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ക്രഷ് ചെയ്തും ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കും. ബീഫ് അവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണിയിലേക്ക് ഇനി മിക്സിങ് അതും കൂടെ വെന്ത് കിട്ടിയാൽ പിന്നെ നമ്മളൊരു മിക്സിങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. റൈസും ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം. എൻ്റേതായിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു, കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പ്രത്യേക നമ്മൾ ചിക്കൻ ഫ്രൈക്ക് എടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ക്വാണ്ടിറ്റി എടുക്കുക. ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ലല്ലോ. പിന്നെ ഒരു ചിക്കൻ്റെ അളവിനനുസരിച്ച് ഞാനിപ്പോൾ 3-3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കോൺഫ്ലവർ 1 ടീസ്പൂണൊക്കെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. കോമൺ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന ആ ഒരു സംഭവം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും അതങ്ങനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് അതൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും സമയത്തിനനുസരിച്ച്. അപ്പോൾ അത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ മസാലയും ബീഫ് ബിരിയാണീൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ റൈസ് ഗീ റൈസ് അപ്പുറത്ത് വർക്കേരിയയിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവസാനത്ത് നമുക്കിതാ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ കാസ്റ്റേൻ്റെ കടായി ആയതുകൊണ്ട് ടെൻഷനില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കരിഞ്ഞു പോവില്ല, ഉള്ളിൽ നിന്ന് നല്ല പെട്ടെന്ന് കുക്കായിട്ട് വരികയും ചെയ്യും. ഹൈ ഫ്ലെയിമിൽ 2 പുറമൊന്ന് വേവിച്ചെടുക്കും, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരുപാട് അങ്ങോട്ടിട്ട് ഇങ്ങനെ ഹാർഡാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കരുതേ. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പും കൂടെ ഇടാനുണ്ട് കേട്ടോ, കുറച്ച് കൂടുതലുണ്ടല്ലോ. പിന്നെ ചിക്കൻ പീസിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളിഷ്ടം കേട്ടോ. ഇതിനേക്കാളും ചെറുതാക്കുക, ഈ ഒരു വലുപ്പമായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ചിക്കൻ അടുത്ത ട്രിപ്പ് ഞാൻ ഫ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ റൈസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലാട്ടോ വെച്ചത്. ഗീ റൈസ് 1 കിലോ ഒരു കുക്കറിലും പിന്നെ 1 കപ്പ്, അതായത് ഞാൻ 5 കപ്പാണ് എടുത്തത്, 1.25 കിലോ അത് വേറൊരു കുക്കറിലും വേവിച്ചു കൊടുത്തു. എനിക്കത് ഭയങ്കര ഈസി ആട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് ദം പ്രോസസ്സ്. അപ്പോൾ ഇതവിടെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നമ്മൾ ബിരിയാണി റെഡി. നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ട് 2ാമത്തെ ട്രിപ്പും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതില്ലേ ഭയങ്കര സിമ്പിളാണ്. 5 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ സെയിം ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു 10-20 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. വെളുത്തുള്ളി കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ലതാണ്, നല്ല ഫ്ലേവർ കിട്ടും. ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇങ്ങനെ കളർ ചേഞ്ച് ആവാനും നിൽക്കണ്ട. അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അവിടെ അടച്ചു വെച്ച് കൊടുക്കുക. ഭയങ്കരമായിട്ട് കളർ ചേഞ്ച് ആവാനൊന്നും പോകണം, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, കൂടുതലായി പോകരുത് കേട്ടോ. ഇനി കുറച്ച് ടൊമാറ്റോ സോസ്. ഇതിൻ്റെ അളവ് ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ അളവ് നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് മധുരവും പുളിപ്പൊക്കെ എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് വെക്കുക കേട്ടോ. ചില്ലി സോസ് കുറച്ച് 2 ടീസ്പൂണ്, പിന്നെ സോയാ സോസ് 1 ടീസ്പൂണ്, പിന്നെ ഇത് റെഡ് ചില്ലി സോസാണ്. ഇത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്തായാലും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുമ്പ് നമ്മളൊരു 3 ടീസ്പൂൺ തേനില്ലേ അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹണി ചിക്കൻ ആണോ എന്ന്. ഹണി ചിക്കൻ അല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ടം ഇതാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നിർത്താൻ തോന്നില്ല, അത്രയും ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നേ അല്ല കേട്ടോ. ഞാൻ ഇതുവരെ എന്താ നിങ്ങളെ ഇത് കാണിക്കാത്തേ എന്ന് ഞാൻ ചിന്തിച്ച് പോയി ശരിക്കും. അത്രയും ടേസ്റ്റുള്ള സംഭവമാണ്. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്ലെയിമൊക്കെ എപ്പോഴും ഓഫ് ആക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഹവ്യയും തനും മുഹമ്മദൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ വൈറ്റ് എള്ള് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുത്താൽ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. കാണാൻ നല്ല ലുക്ക് ഉണ്ടാവുക, കഴിക്കാനും അതെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വേർഷനിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ
റഫീഖ ഉച്ചയ്ക്ക് ഇല്ലല്ലോ, വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോൾ റഫീഖക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീഖ ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം റഫീഖൻ പറഞ്ഞു, കിട്ടില്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടച്ച് വടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് ഞാൻ പറഞ്ഞേട്ടാ, എൻ്റെ മാത്രം അഭിപ്രായമല്ല. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ഇനി ഞാനൊരു വെൽക്കം ഡ്രിങ്കും കൂടെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര അടിച്ചെടുത്തതാണ് കേട്ടോ, മിക്സിയിൽ അടിച്ചെടുത്തു. ഒന്ന് വേഗം കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തു, ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ റുഹബ്സയല്ലേ, റുഹബ്സ റോസ് സിറപ്പ്, അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേ, പറയാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് ചിയാ സീഡ് അല്ലെങ്കിൽ കസ്കസോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക, നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച്. എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ ആണെങ്കിൽ അത് മതി. പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് കാഷ്നട്ടുണ്ടായിരുന്നു, അതൊന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ അനാറ്, ആപ്പിള്, ഗ്രേപ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. പിന്നെ ഓവർ ഈ സിറപ്പ് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഒരു മരുന്നിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. കളർ നോക്കി നമ്മൾ ഒഴിച്ച് കൂടരുത്, ടേസ്റ്റ് നോക്കുക, എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ വെൽക്കം ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ പോയി ഉറക്കം നിസ്കരിച്ച് ബാക്കി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിസ്കാരവും കാര്യമൊക്കെ കഴിച്ചു. ഞാനും വാവയും ഒക്കെ സെറ്റാക്കി ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് വർത്താനം പറയാനൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇതും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സിറപ്പ് ഉണ്ടാക്കിയാൽ നമ്മൾ എപ്പോഴും കഴിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ടൈമൊന്നും ഇല്ലാത്തപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അത് പറയുന്നില്ല ആണോ, എനിക്കുണ്ട്. സുന്ദരനായിക്കണല്ലോ, വയറ്റിലെല്ലാം പോകുന്നുണ്ടല്ലോ അല്ലേ. മാഷാഅല്ലാഹ് പറയും, ഓള് പറയില്ല. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇട്ട് ഞാൻ കൊണ്ടത്തരില്ലേ. അങ്ങട്ട് വെള്ളം കൊടുക്കടാ, അതാ വെയിറ്റ് ചെയ്യുന്നു. അധികം മധുരമില്ല. കുറച്ചൊക്കെ തന്നെ പിച്ച് പോയ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുന്നുണ്ട്. മുഹമ്മദ് ബിരിയാണി വേണോ? വേണ്ട. പള്ളിന്റെ അവിടെ ജലജ ബേക്കറിക്ക് പോയപ്പോ ഇപ്പം പറയുന്നു, അല്ല പച്ചോനെ പള്ളി പോണ്ടാന്ന്. കംപ്ലീറ്റ് ഇട്ടോ. അപ്പോൾ ദാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ബീഫ് ബിരിയാണിയും തൈരും ചമ്മന്തിയും മാങ്ങ അച്ചാറും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാങ്ങ അച്ചാർ, ഗ്രീൻ അല്ല റെഡ് കളർ. നമ്മൾ മാങ്ങ അച്ചാറും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച്. ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ, നോക്കെ എന്നെ കളിയാക്കാം. പുളി തിന്നാണോന്നറിയില്ല, അവിടെ ഇത് വീഡിയോയിൽ കാണുന്നില്ല. അതാ പറഞ്ഞു ചാടി. ഓ താ കണ്ടോളൂ എല്ലാവരും. നോക്ക് ഇന്നലെ ഞാനില്ലേ, ഇന്നലെ ഞാൻ ആട്ടുമ്പല്ലേ കവണയും കൊണ്ട് ആട്ടുമ്പോ അതൊക്കെ നമ്മളെ പേടിപ്പിക്കുക. അതാണ്
ചുണ്ടക്കാരാ എന്താ വിചാരിച്ചേ ഇത് ചുണ്ടയാണ് ചുണ്ട കൽപ്പറ്റക്കാരല്ല കേട്ടോ. എനിക്ക് അങ്ങനെ അറിയുമ്പോ കൈ അങ്ങോട്ട് പോവില്ല, അവിടെ തന്നെ പോകും. വടി എടുത്ത് അവിടെ തന്നെ കമ്പ് വീഴും. ോട് മരത്തിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നാ നമുക്ക് കാണാൻ കഴിയില്ല. ഉള്ളിൽ കൂടെ സുഖമായിട്ട് കയറി പോവാം. നോക്കണോ തല അതിന്റെ അപ്പുറത്തുണ്ട് ഉള്ളത് കുറച്ചോ. പറിക്കട്ടെ, കഴുകണേ. അപ്പൊ അകത്തുണ്ട്. പക്ഷെ അത് വേണ്ടതാനോ, അതിലൊന്നും ഉണ്ടാവില്ല. കരഞ്ഞോ മുഹമ്മദേ, കരയും മുഹമ്മദേ. നോക്കട്ടെടാ. ഇത് ഇന്നത്തെ നമ്മളെ കുരങ്ങന്മാരുടെ കലാപരിപാടിയാണ് കേട്ടോ. ഫുള്ളടക്കം മരത്തിലുള്ള അടക്കം കംപ്ലീറ്റ് തോയിച്ചിട്ടിട്ടുണ്ടേ. അതുപോലെ തന്നെ മാങ്ങ കംപ്ലീറ്റ്, ബാക്കിയുള്ള മാങ്ങയൊക്കെ ഫുള്ള് കടിച്ചു വെച്ചു. ബാക്കിയൊക്കെ തിന്ന് അണ്ടി താഴ്ക്കിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിന്നെയും വരും, അതാണ് പരിപാടി. പോകുന്നൊന്നുമില്ല, നമ്മൾ ആട്ടിയിട്ടൊന്നും പോകില്ല കേട്ടോ. ഇനി പിന്നെയും അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പുഡിങ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കില്ലേ ബിരിയാണിയൊക്കെ കഴിച്ചാൽ, നല്ല ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ ഉടനെ തന്നെ പുഡിങ്ങും കഴിക്കണം, അതാണ് ഇഷ്ടം കേട്ടോ. സ്വീറ്റ് കഴിക്കണം. പക്ഷേ ഇവർക്കൊക്കെ അങ്ങനെ ദമ്മായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ നേരത്താണ് കേട്ടോ പുഡിങ് എടുത്തത്. അപ്പോൾ ഇതാ അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നവാബി സമായി ഒരു അറബിക് ഡെസേർട്ടാണ് കേട്ടോ. ഇത് നമുക്കൊരു വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം. കേട്ടില്ല ഉറക്കെ പറയേ എന്ത് ഫോണോ? ഇതെന്തിന്റെ അല്ലേ? എന്തിന്റെ? ഉമ്മാന്റെ അവിടെ ഉണ്ട്. എന്തിൻ്റെതാടാ? പപ്പ ചീത്ത പറയട്ടെ. ഒരു ഉമ്മാട്ട് മുഹമ്മദേ, ചാറ്റ പറയേ. ഇവിടെ അപ്പുറത്ത് കൂടെ പോയി നോക്കിക്കോ. ആ ബൈ. ഓ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കുരക്കന്മാരെ വിശേഷവും ഹവൻ്റെയും തനുവിൻ്റെയും ഒക്കെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ, എന്തായാലും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.